നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഡാൻസ് മാരത്തോൺ നമ്മുടെ ബിഗ് ബോസിലെ തന്നെ ഏറ്റവും ക്ലാസിക്കൽ ടാസ്കുകളിൽ ഒന്നായ ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ടാസ്ക് ആണ് 10ാമത്തെ വീക്ക്ലി ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സംഭവം എന്താണെന്ന് അറിയാലോ. അതായത് ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ കൊടുക്കും, അതിനൊരു പാട്ട് കാണും, ആ പാട്ടിടുമ്പോൾ ഓടി വന്ന് ആർക്കാണോ ആ ക്യാരക്ടർ കൊടുത്ത് അവര് വന്ന് ഡാൻസ് പെർഫോമൻസ് ചെയ്യണം. ഇത് നമ്മളെ മിക്ക സീസണുകളിലും നമ്മൾ കാണുന്ന ഒരു ടാസ്ക് ആണിത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഈ ടാസ്ക് തൂക്കിയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുണ്ട്. ഈ ടാസ്ക് തൂക്കിയ രണ്ടുപേര്, ഒന്ന് സാബുമോൻ, രണ്ടാമത്തെ അനുമോൾ. ഈ രണ്ടുപേരും പൊളിച്ചടുക്കുന്നുണ്ട് അതിനകത്ത് കിടന്ന്. ബാക്കി എല്ലാം കണക്ക് തന്നെയാണ്. സാബുമോൻ ആൻഡ് അനുമോൾ ഈ രണ്ടുപേരും ത്രൂ ഔട്ട്, സാബുമോൻ പിന്നെ ഇടയ്ക്ക് ഇരുന്നെന്ന് പറയാം, പക്ഷെ അനുമോൾ ത്രൂ ഔട്ട് ഈ ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ക്യാമറ മൊത്തം അനുമോളുടെ ബാക്കിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈവിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം അനുമോൾ എവിടെ പോകുന്നു, അവിടെ അതിന്റെ കൂടെ പോകുന്നു. അനുമോൾ സംസാരിക്കും, മറ്റുള്ളവർക്കും കൂടി സ്പേസ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ്. കാരണം ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമയം പോലും, ഒരു ചെറിയ സമയം പോലും ക്യാരക്ടറിൽ നിന്ന് വിട്ടു നിൽക്കാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അനുമോൾ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാബുമോൻ, ഇതുവരെയൊക്കെ സാബുമോൻ നമുക്ക് ഒരു കണ്ടന്റും തരുന്നില്ല എന്നുള്ള നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും. പക്ഷെ ഇന്ന് സൂപ്പറായിട്ട് സാബുമോൻ അവിടെ കളിക്കുന്നുണ്ട്. സൗണ്ട് മോഡുലേഷൻ വരുത്തിക്കൊണ്ട്, അതായത് സാബുമോന് കിട്ടിയത് പട്ടണത്തിൽ ഭൂതം എന്നുള്ള ആ ക്യാരക്ടർ, മമ്മൂട്ടി ചെയ്ത ഒരു ക്യാരക്ടർ, രണ്ട് കൊമ്പൊക്കെ വെച്ചുകൊണ്ട് സൗണ്ടൊക്കെ മാറ്റിയിട്ട് ആ രീതിയിലൊക്കെ സാബുമോൻ പിന്നെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. അതിൽ സാബുമോന്റെ ഡാൻസ് കഴിഞ്ഞു. സാബുമോൻ നല്ല രീതിയിൽ കളിക്കുകയും കൂടി ചെയ്തു, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുകയും നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. സാബുമോൻ അടിപൊളിയായിട്ട് സാബുമോൻ നിന്ന്. പിന്നെ അക്ബറിന് കിട്ടിയത് ഈ പറയുന്ന മിന്നൽ മുരളിയിലെ ക്യാരക്ടറിൽ അതാണ് കിട്ടിയത്. മിന്നൽ മുരളിയിലെ ക്യാരക്ടറിൽ അക്ബർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞത്, അക്ബർ ഒരു തലയിൽ കൂടി ഒരു കെട്ടും കെട്ടി മുഖത്തോട് ഇങ്ങനെ കെട്ടി ഒരു സൈഡിൽ ഇങ്ങനെ വന്നിരിപ്പുണ്ട് ആ ബീം ബാഗില്. അതായത് ഞാൻ നോക്കിയ ഒരു 3-4 അത് ആരൊക്കെ കളിച്ചിട്ടുണ്ടാവും. അക്ബർ, ആദില, നെവിൻ, പിന്നെ ഒരാളും കൂടി, അക്ബർ, ആദില, നെവിൻ, പിന്നെ ഒരാളും കൂടിയുണ്ട്. നോക്കട്ടെ, ഇത്രയും പേരാണ്. അക്ബർ, ആദില, നെവിൻ, ഈ മൂന്ന് പേര് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 3 പേരും ആ കട്ടിലോ ആ ബീൻ ബാഗിലോ ഒക്കെ ഇരുന്നങ്ങ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ നെവിനൊക്കെ നല്ല ഇതുള്ളതാണ്. നെവിന് കിട്ടിയ സംഭവം എന്നറിയാമോ? നെവിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഗാന്ധർവം സിനിമയിലും ലാലേട്ടൻ അഭിനയിച്ച ഒരു ചെറിയ സൈന ഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. നെവിൻ അത് സൂപ്പറായിട്ട് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല. അവൻ വെറുതെ അവിടെ ഇരുന്ന് ആപ്പിളും കഴിച്ച് ആ ഒരു ബീൻ ബാഗിൽ ഇരിക്കുകയാണ്, അല്ലാതെ ഒരു തേങ്ങയും അവനോട് ചെയ്യുന്നത്. ഈ ഒരു സംഭവം വന്നപ്പോ, ഈ ഒരു ടാസ്ക് വന്നപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന നെവിനാണ്. നമുക്കറിയാം സീരിയൽ രംഗത്തുള്ള നെവിൻ ആയിക്കോട്ടെ, ഈ പറയുന്ന പിന്നെ ഷാനവാസ്, പിന്നെ അനുമോൾ, അങ്ങനെയുള്ളവർ പെർഫോം ചെയ്യും. പക്ഷെ ഇതിന് നെവിൻ വളരെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. വളരെ മോശമായിരുന്നു. ബിന്നി കിട്ടിയത് പഞ്ചാബി ഹൗസ് എന്നുള്ള ഒരു ക്യാരക്ടറിൽ മറ്റേ ലാല് അഭിനയിച്ച ആ ഒരു സീനുണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതൊക്കെ കെട്ടി ആ പഞ്ചാബി ഹൗസിന്റെ സംഭവം കിട്ടപ്പോൾ നല്ല ഒരു ഗെറ്റപ്പ് ഉണ്ട്, കാണാൻ നല്ല നന്നായിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഷാനവാസ് കളിച്ചപ്പോൾ ആ പഞ്ചാബി ഹൗസിൽ അതേ ഡാൻസ് ഇട്ട് ബിന്നി കളിക്കുന്നുണ്ട്. അപ്പൊ ബിന്നി അവിടെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവളുടെ രൂപവും കാര്യങ്ങളൊക്കെ കൊണ്ട് അതിലോട്ട് എത്തുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ബിന്നി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ആ പാട്ട് വരുമ്പോൾ സൂപ്പറായിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ 1-2 സ്റ്റെപ്പ് കണ്ട് അപ്പൊ ബിന്നിയും നല്ല രീതിയിൽ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ഒന്നും നടന്നിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ആര്യന് കിട്ടിയത് മായാമോഹിനി എന്ന് പറയുന്ന ഒരുപാട് ചാൻസ് ഉള്ള, ഒരുപാട് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് പണ്ടത്തെ നമ്മുടെ യവന്റെ ടാസ്ക് നമ്മുടെ സീസൺ 4 റിയാസ് സലീം ഏത് ടാസ്കിലാണ് ഇതുപോലെ എനിക്ക് തോന്നുന്നു പരകായ പ്രവേശം എന്ന് പറയുന്ന ഇതിന്റെ വേറൊരു ടാസ്ക് അങ്ങനെ കൊടുത്തത് പെൺവേഷം കെട്ടി ആ ഒരൊറ്റ ടാസ്ക് കൊണ്ടാണ് ഈ പറയുന്ന പിന്നെ റിയാസ് സലീം ടോപ്പ് 5 വരെ എത്തിയ, ടോപ്പ് 5ലേക്ക് കയറിയത്. മനസ്സിലായോ? അപ്പൊ അത്രയും പിന്നെ സാധ്യതയുള്ള ഒരു റോളാണ് ആര്യന് കിട്ടിയത്, മായാമോഹിനി എന്ന് പറഞ്ഞ റോള്. അവന്റെ വേഷവും കൊള്ളാം, അവനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവനെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഒരിടത്ത് പോയി ചുമ്മാ പോയി ഇരിക്കുന്നില്ല. ഒരിടത്ത് പോയി മറ്റേ ബീംബാഗിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. അവൻ ഈ പറയുന്ന മലക്കറി കട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അത് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ആദിലക്കിട്ട് പാർത്ഥസാരഥി, പണ്ട് മറ്റേ ജയറാമനന്ദ്രൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് ആദില. ഇവിടെ ഒട്ടും ചെയ്യാതെ എനിക്ക് തോന്നുന്നു ആദിലയും തോന്നുന്നു. ആദില അവിടെ തല ചൊറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. എന്തൊരു പെൺകുച്ചോ തരും, ഒരൊറ്റ വക ആദില അവിടെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണണം. മൊത്തം ഫ്ലോപ്പാണ്. അടുത്ത കിട്ടിയത് നെവിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ഗാന്ധർവം ചെയ്യുന്നില്ല. 100ക്ക് കിട്ടിയ കാർത്തുമ്പി.
മനസ്സിലായോ? അതായത് നമ്മുടെ മോഹൻലാലും ശോഭനയും കൂടി അഭിനയിച്ച പടത്തിന്റെ പേര് ചന്ദ്രനദിക്കില്ല. അതിൽ കിട്ടിയ എന്താണ് കാർത്തുമ്പി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് കാർത്തുമ്പി എന്നുള്ള ക്യാരക്ടർ പിടിച്ച് നല്ല രീതിയിൽ ത്രൂ ഔട്ട് എ ക്യാരക്ടറിൽ 100 നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്കൊരു എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒന്നും അതിൽ കാണുന്നില്ലെങ്കിൽ കൂടി ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നുണ്ട്. പലയിടത്തും പോയി സംസാരിക്കുന്നുണ്ട്. പിന്നെ തടഞ്ഞുകൂടി ഒരിടത്ത് ഇരിക്കുന്നില്ല. ഈ പറയുന്ന അക്ബറിനെയോ നെവിനെയോ ആദിലയെ പോലെ ഒരിടത്ത് പോയിരുന്ന് ബാക്കിയുള്ളവർ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. മനസ്സിലായോ? അക്ബറൊക്കെ വെറും പാഴായിരുന്നു കേട്ടോ. അടുത്ത അനീഷിന് കിട്ടിയ ജോക്കറാണ്. ജോക്കർ എന്നുള്ള സിനിമയിൽ ജോക്കറും ഈ അനീഷിന് കിട്ടിയതിലും ഒരുപാട് ചാൻസുകൾ ഉണ്ട്. അത് ഈ കലാപരമായിട്ട് നിൽക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അനീഷ് ഇത് കിട്ടിയിട്ടും അനീഷിന് ആ ഒരു ക്യാരക്ടറിലോട്ട് ഒരു സമയം പോലും അനീഷിന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? അനീഷിന്റെ പഴയ അനീഷ് എന്താണ്, ആ പഴയ അനീഷിന്റെ പുറത്ത് ഈ ജോക്കറിന്റെ വേഷം ഇട്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അനീഷിനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നുള്ള ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അനീഷിനെ കൊണ്ട് അതിനെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഒരിടത്ത് പോയി ഒതുങ്ങി ഇരിക്കുന്നില്ല, ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അനു സൂപ്പറായിട്ട് കിലുക്കം എന്നുള്ള ആ സാധനം അവൾക്ക് പറ്റിയ ആ ഒരു ടാസ്ക്, അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അവൾ ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. കാരണം അവൾക്ക് അത് സൂട്ടാവും. അവളുടെ പൊക്കം കൊണ്ടായാലും അവളുടെ പെരുമാറ്റം കൊണ്ടായാലും ഒക്കെ അവൾക്ക് സൂട്ടായ ഒരു ക്യാരക്ടറാണ് കിട്ടിയെന്ന് പറയാം. പക്ഷെ ആ കിട്ടിയ ക്യാരക്ടർ സൂപ്പറായിട്ട്, അതിപ്പം ഷാനവാസിന്റെ കൂടെ ആയിക്കോട്ടെ, അനീഷിന്റെ കൂടെ ആയിക്കോട്ടെ, എല്ലാവരും അവിടെ ആരൊക്കെ ക്യാരക്ടർ ഉണ്ട് അവിടെയൊക്കെ എടാ കൊരങ്ങ എന്നൊക്കെ വിളിച്ച് എനിക്ക് വെച്ച കോഴിയുടെ മണം എന്നൊക്കെ പറഞ്ഞ് ഈ ടാസ്ക് ഒരു തരത്തിൽ തൂക്കിയിട്ടുണ്ട് ഈ പറയുന്ന അനുമോള്. ഇനി എന്റെ താഴെ വന്ന് PR എന്ന് വിളിച്ചോ, കേട്ട് മടുത്ത് വിളിച്ചോ. ആ പൈസ ഇതുവരെ എത്തിയില്ല, ബാങ്കിലോട്ട് ഇടണം. അനുമോന്റെ ആരെങ്കിലും കാണണം കേട്ടോ. പണം എത്തിയിട്ട് തരാന്ന് പറഞ്ഞ പണം എത്തിയിട്ട് തന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എനർജി തന്നിട്ടില്ല. അപ്പൊ അനുമോള് സൂപ്പറായിട്ട് ഇപ്പോഴും ത്രൂ ഔട്ട് ഒരു സെക്കൻഡ് പോലും ക്യാരക്ടർ വിട്ട് പെരുമാറുന്ന നമ്മൾ കണ്ടില്ല. അതുമല്ല ക്യാരക്ടർ പിടിക്കാൻ അവൾ അത് സക്സസ് ആണ്. ആ ക്യാരക്ടർ അത് അനുമോളും സാബുമോനും, ഈ അനുമോളും സാബുമോനാണ് ഒരു 90% ആ ക്യാരക്ടർ പിടിച്ചതിൽ സക്സസ് ആയത് എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഷാനവാസ് വേൽമുരുക എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഷാനവാസും ത്രൂ ഔട്ട് ക്യാരക്ടർ പിടിക്കുന്നുണ്ട്. ആ ക്യാരക്ടറോട്ട് അത്രയ്ക്ക് ഇത് വരുന്നില്ല എങ്കിൽ കൂടി മറ്റുള്ളവർ വരുമ്പോൾ ആ ക്യാരക്ടർ വിടാതെ ലാലേട്ടന്റെ പഴയ സ്റ്റൈലൊക്കെ പിടിച്ച് മാൻഡ്രസും ഒക്കെ പിടിച്ച് മീശയൊക്കെ ചിരട്ടി അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അത്രയ്ക്കും പെർഫെക്ഷൻ അല്ല, പക്ഷെ ശ്രമിക്കുന്നുണ്ട് പുള്ളി ആ ത്രൂ ഔട്ട് ശ്രമിക്കുന്നുണ്ട്. അനുമോളുമായിട്ട് കുറെ കോമ്പയും കാര്യങ്ങളും ഡാൻസും കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് സത്യം ഈ ക്യാമറ മൊത്തം ഈ അനുമോളുടെ ബാക്കിൽ കിടക്കുകയാണ്. കാരണം അനുമോള് പോകുന്നിടത്തേ ഈ പിന്നീട് ഇതുള്ളൂ, കണ്ടന്റ് ഉള്ളൂ. അല്ലെങ്കിൽ സാബുമോൻ പോകുന്നിടത്ത് വേറെ ആർക്കും എവരൊക്കെ ഇതിന്റെ അകത്ത് വന്ന് പെടുന്നതാണ്. സാബുമോനും അനുമോളും പോകുന്നിടത്ത് ഇവരൊക്കെ വന്ന് പെടുന്നത് കൊണ്ടാണ് ഇവർക്കും കൂടി സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരും അവിടെ ഒരു എഫേർട്ടും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ലക്ഷ്മിക്ക് കിട്ടിയത്, ലക്ഷ്മിക്ക് ടാസ്ക് ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ആഹ്ലാദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലക്ഷ്മി കിട്ടിയ കസ്തൂരി ആ പാട്ടിലാണ് ലക്ഷ്മിയുടെ പെർഫോമൻസും കഴിഞ്ഞു. ലക്ഷ്മി തീരെ തരക്കേടില്ലാതെ കളിച്ചു. പക്ഷെ ലക്ഷ്മിയും ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്നും ചെയ്തിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ബാക്കി കുറെ എണ്ണമുണ്ട്. അക്ബറും ശ്രമിക്കുന്നേ ഇല്ല. അവിടെ പഴയതുപോലെ ആ ബീം ബാഗിൽ ഇരുന്നുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നല്ല, വേറെ ഒന്നും അവൻ ചെയ്യുന്നില്ല. നെവിൻ വളരെ കാലിബറുള്ള, അവനൊരു ഫെമിനിൻ ടച്ചുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ട് പോലും അതിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ അവിടെയും പോയി എന്തൊക്കെ തിന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ആദില മഹാവേസ്റ്റ് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാത്ത ആരെന്ന് നമ്മൾ ലൈവിൽ കണ്ടു നോക്കുക ആദിലയാണ്. ഒരു തേങ്ങയും ചെയ്യുന്നില്ല. ഈ 3 എണ്ണമാണ് ഏറ്റവും വലിയ ഫ്ലോപ്പ്. ബാക്കി ഈ 3 പേരും സത്യം പറഞ്ഞ ക്യാരക്ടറും പിടിക്കുന്നില്ല. ഈ 3 പേരും വെറുതെ അവിടെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഈ ആദില അക്ബറും വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. ബാക്കിയുള്ളവര് ക്യാരക്ടർ പിടിക്കാനെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ആ ക്യാരക്ടർ പിടിച്ചത് സക്സസ് ആയത്, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്റർടൈൻ ആയിട്ട് തോന്നിയത് ഈ പറയുന്ന അനുമോളുടെയും സാബുമോന്റെയും പിന്നീട് പെർഫോമൻസിന്. അപ്പൊ എന്തായാലും ഈ ഒരു ടാസ്ക് തൂക്കിയിരിക്കുന്നത് സാബുമോനും അനുമോളും. അതിന് വേറെ തർക്കമൊന്നുമില്ല. അതുമല്ല ഈ ടാസ്കിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് 10 കോയിൻ വെച്ച് കൊടുക്കും. ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇവർ ഈ 10 കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ കോയിൻ വരുന്നവർക്ക് എന്തോ സീക്രട്ട് എന്തോ ഒരു അധികാരം കിട്ടും എന്നൊക്കെ പറയുന്നത്. അതിനി ആർക്ക് കിട്ടട്ടെ എന്നിട്ട് അവർ ആ സംഭവമൊക്കെ തുറന്ന് പറയും എന്നുള്ളതാണ്. ബിഗ് ബോസ് പണ്ടും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണ്, ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതും കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ വരാം. ജയ് ഹിന്ദ്.